CPM-നെ സംബന്ധിച്ച് രക്തസാക്ഷിത്വ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊലയാളികളെ അവർക്ക് പരോൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ട്. ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള ഒരു അവസരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു. ആ രക്തസാക്ഷി ഫണ്ട് ഉപയോഗിച്ച് കൊലയാളികളെ തീറ്റിപ്പോറ്റുകയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായിട്ടാണ് പലപ്പോഴും മണിശങ്കർ അയ്യരുടെ പ്രസ്താവനകൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. ശ്രീ മണിശങ്കർ അയ്യരെ പോലെയുള്ള ആളുകളല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. ശരത്ലാൽ കൃപേഷ് രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 7 ആണ്ട് തികയുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് നേരെ അന്വേഷണം നടക്കുകയും CBI കോടതി 24 പ്രതികളുണ്ടായിരുന്നതിൽ 10 പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയും KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മുൻ MLA അടക്കമുള്ള ആളുകളെ 5 വർഷ കാലഘട്ടത്തിലേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അതിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്ന് തന്നെ ജാമ്യത്തിലുമാണ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളിൽ ആദ്യ മാസം തന്നെ പിന്നിടുമ്പോൾ തന്നെ അവർക്ക് 30 ദിവസത്തെ ജാമ്യം പരോൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ പോലും ആ കേസിലെ 2 പ്രതികൾ പരോളിലാണ്. ബാക്കിയുള്ള ആളുകൾ 15 ദിവസത്തെ പരോൾ പൂർത്തീകരിച്ച് തിരികെ ജയിലിലേക്ക് പോയി. അപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ വളരെ പ്രമാദമായ കൊലക്കേസുകളിൽ, രാഷ്ട്രീയ കൊലക്കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് പോലും വളരെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ടാകുന്നു. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ അവസാന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതികൾക്കെല്ലാം തന്നെ പരോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നത്. പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ച് ഒഴിവാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മക്കളുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വിവാഹമോ മരണമോ മറ്റെന്തെങ്കിലും ചികിത്സ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമാണ് പരോൾ കൊടുക്കേണ്ടത്. അതല്ലാത്ത പക്ഷം ജയിലിലെ നല്ല നടപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവരുടെയൊക്കെ വീട്ടിൽ എന്നും വിവാഹവും എന്നും കല്യാണമുള്ളതുപോലെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഉൾപ്പെടെ പല പ്രതികൾക്കും ഇങ്ങനെ നിർലോഭമായ രീതിയിൽ പരോൾ ലഭിക്കുകയാണ്. ഈ പരോൾ ലഭിച്ച് ഇവിടെ പുറത്തു വരുന്ന പ്രതികൾക്കൊന്നും തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. കാരണം അങ്ങനെയാണ് പരോളിൻ്റെ വ്യവസ്ഥ കൊടുക്കുന്നത്. പക്ഷെ അത് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷേ ഇവിടെ വരാൻ സാധിക്കാത്ത പ്രതികൾ പരോളിലിറങ്ങുകയും അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളുണ്ടാവുകയും അവരുടെ പരോൾ കാലാവധി ആഘോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പണം എവിടെ നിന്നാണ്? CPM-നെ സംബന്ധിച്ച് രക്തസാക്ഷിത്വ ഫണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലക്കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കൊലയാളികളെ അവർക്ക് പരോൾ ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പോക്കറ്റ് മണിയായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തിനകത്തുണ്ട്. ഒരു രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷിത്വം പണം സമാഹരിക്കാനുള്ള ഒരു അവസരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നു. ആ രക്തസാക്ഷി ഫണ്ട് ഉപയോഗിച്ച് കൊലയാളികളെ തീറ്റിപ്പോറ്റുകയാണ് സംസ്ഥാനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് ധനരാജിൻ്റേതുൾപ്പെടെയുള്ള രക്തസാക്ഷിത്വ ഫണ്ടിൽ നിന്ന് പണം പോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കൊലയാളികളെ സംരക്ഷിക്കാനും അവർ പരോളിൽ ഇറങ്ങുമ്പോൾ അവർക്കുള്ള പോക്കറ്റ് മണിയായി നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായ പോരാട്ടങ്ങൾ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബത്തിന് നടത്തേണ്ടതായി വന്നു. CBI കോടതിയുടെ വിധിന്യായം പുറത്തു വരുന്ന സമയത്ത് പോലും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കും ഇപ്പോഴും കടന്നുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൊലപ്പെടുത്താൻ വന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികൾ, അവരുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ അവരുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇപ്പോഴും ഒരു തുടരന്വേഷണത്തിന് സാധ്യതകളുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ശരത്ലാൽ കൃപേഷ് വധവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ തുടരന്വേഷണത്തിനുള്ള എല്ലാ സാധ്യതകളും സർക്കാർ പരിശോധിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ മണിശങ്കർ അയ്യറിനെ പോലെ ചില ആളുകളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിലേക്ക് വരുമെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെലവിൽ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടി നല്ലത് പറയുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് താല്പര്യങ്ങളുണ്ടെങ്കിൽ
കേരളത്തിനകത്ത് കോൺഗ്രസ് രാജ്യത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, ഇവിടെ വന്നതിന് ശേഷം പിണറായി വിജയൻ സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശരത്ലാലും കൃപേഷും പോലുള്ള ചെറുപ്പക്കാർ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. ഈ സർക്കാരാണ് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആ കേസിൽ നിന്ന് CBI അന്വേഷണത്തെ ഇല്ലാതാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വൈകാരികമായ സമീപനങ്ങളെയോ വൈകാരികമായ വിഷയങ്ങളെയോ ഒന്നും തന്നെ മനസ്സിലാക്കാതെയാണ് മണിശങ്കരൻ അയ്യരെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ മണിശങ്കർ അയ്യരിൽ നിന്ന് സമാനമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പുറകിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയായിട്ടാണ് പലപ്പോഴും മണിശങ്കർ അയ്യരുടെ പ്രസ്താവനകൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. അത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായാലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണ് പലപ്പോഴും BJPക്ക് ഗുണകരമായി മാറിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിനകത്ത് വന്ന് CPM അനുകൂലമായി പറയുന്നു. അദ്ദേഹം കേരളത്തിനകത്ത് CPM അനുകൂലമായും രാജ്യത്ത് BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്ന ഒരു ഡബിൾ ഏജന്റായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാലങ്ങളായി കോൺഗ്രസുമായി യാതൊരു ബന്ധവും അദ്ദേഹം വെച്ച് പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഞാനും ആഗ്രഹിക്കുന്നില്ല, കോൺഗ്രസ് എന്നെയും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കോൺഗ്രസ് നേതാവ്, തലമുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പ്രസ്താവിച്ചു എന്നുള്ള രീതിയിലാണ്. ആ പ്രസ്താവനകളിൽ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന ആ ടാഗ് ലൈൻ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം യൂത്ത് കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അദ്ദേഹം KC വേണുഗോപാലിനെ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ തന്നെ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ ഗുണ്ട എന്ന് വിളിച്ചുകൊണ്ടാണ് ആക്ഷേപിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി രാജ്യത്തിനകത്ത് സംഘപരിവാറിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും സുശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പോരാളിയാണ്. ശ്രീ KC വേണുഗോപാൽ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ ഗാന്ധിയുടെ പോരാളികളായി അദ്ദേഹത്തിന് പുറകിൽ സംഘപരിവാറിന് എതിരായി അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഡബിൾ ഏജന്റായി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഗുണ്ടകളായി ചിത്രീകരിക്കാൻ വേണ്ടി തോന്നും. പക്ഷേ അതൊരു അപമാനമായി കണക്കാക്കുന്നില്ല. കാരണം സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ സംഘപരിവാറിൻ്റെ ഭാഷയിൽ അത്തരത്തിൽ വിമർശിക്കപ്പെട്ടാലും CPMൻ്റെ വേദിയിൽ വന്ന് അത്തരത്തിൽ വിമർശിക്കപ്പെട്ടാലും അതൊരു അംഗീകാരമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രീ മണിശങ്കർ അയ്യരെ പോലെയുള്ള ആളുകളല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. മണിശങ്കർ അയ്യർ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ, കോൺഗ്രസിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ അധികാരത്തിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ അധികാരമില്ലാത്ത ഘട്ടങ്ങളിൽ അദ്ദേഹം മറുപക്ഷത്ത് ചാരി നിന്നുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പറയുന്ന മണിശങ്കർ അയ്യർമാരല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിച്ച, രക്തസാക്ഷിത്വം വരിച്ച ശരത്ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും പോലെയുള്ള പോരാളികളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മാതൃകാപരമെന്ന് പറയുന്നത്. ആ പോരാളികളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിനകത്ത് വീണ്ടും മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള മണിശങ്കർ അയ്യരുടെ പ്രസ്താവന അതൊരു കോൺഗ്രസ് വിരുദ്ധ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അതൊരു കേരള വിരുദ്ധ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് യൂത്ത് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ അതുപോലെ പ്രയാസപ്പെടുത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുകയാണ്. 2 മാസം കാലത്തിനപ്പുറം വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ സർക്കാരിനെതിരായി വിധി എഴുതാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ മണിശങ്കർ അയ്യരെ പോലെയുള്ള ആളുകളുടെ പ്രസ്താവനകൾ കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.